Hi, I'm Nini Sunny. ഞാനൊരു ന്യൂട്രീഷനിസ്റ്റാണ്. ഇറ്റ്സ് ബീൻ എ വൈൽ. ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനലും ഒരു ഇൻസ്റ്റഗ്രാം ഒരു ഹാൻഡിലും ന്യൂട്രീഷനെ പറ്റി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നിങ്ങനെ കുറേ ആയിട്ട് ആലോചിക്കുക. ബട്ട് ദെൻ എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ ടൈം അല്ലേ, എല്ലാത്തിനും ഒരു ടൈമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നൗ ഇറ്റ്സ് ഐ തിങ്ക് റൈറ്റ് ടൈം, ബിക്കോസ് അടുത്ത മാസം നമുക്ക് പുതിയൊരു മാസം സ്റ്റാർട്ട് ചെയ്യാൻ, ലൈക്ക് വർഷം സ്റ്റാർട്ട് ചെയ്യും. സോ എനിവേയ്സ് 2024 പെട്ടെന്ന് തീർന്നുപോയി. അപ്പോൾ ഇനിയിപ്പോൾ 25 വരെയാണ്. സോ ഐ തോട്ട് ഒരു ന്യൂ ബിഗിനിങ്, എൻ്റെ കരിയറിലാണെങ്കിലും ഒരു ന്യൂ ബിഗിനിങ്, ലൈക്ക് കുറേ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക. അല്ലാതെ ഒരുപാട് ഭയങ്കര സയൻറ്റിഫിക് വേർഡ്സും ഒരുപാട്, ഇപ്പം ന്യൂട്രീഷനിലാണെങ്കിൽ തന്നെ വി സ്റ്റഡി എ ലോട്ട് ഓഫ് തിങ്സ്, അതൊക്കെ ഭയങ്കര കട്ടിയുള്ള വാക്കുകളും ഒക്കെ ഉള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അതൊക്കെ കുറച്ചും കൂടെ ഏറെ സിമ്പിളായിട്ട് എല്ലാ ആൾക്കാർക്കും മനസ്സിലാകുന്ന രീതി, സാധാരണക്കാർക്കും ഇതിനെപ്പറ്റി ഒരുപാട് വായിക്കുന്നവർക്കും ഒക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഒരു കുറച്ച് വളരെ സിമ്പിളായിട്ട് ഉള്ള രീതിയിൽ നിങ്ങളിലേക്കൊന്ന് പ്രസൻറ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അതുപോലെ തന്നെ ബീങ് എ ന്യൂട്രീഷനിസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഐ ഓൾവേസ് ഹാഡ് ദിസ് ഇൻ മൈൻഡ്, പ്രാക്ടിക്കലായിട്ടുള്ളൊരു സാധനം കണ്ടുപിടിക്കുക. കാരണം എപ്പോഴും ഒരു ഡയറ്റ് എന്ന് കേൾക്കുമ്പം എല്ലാവർക്കും ഒരു ഉൾവലിച്ചിലാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഭയങ്കര പാടല്ലേ, ബുദ്ധിമുട്ടല്ലേ, നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മളെ കൊണ്ട് നടക്കുമോ? പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഈസ് വെരി ഡിഫറെൻറ്റ്. പണ്ടത്തെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലും എവിടെയാണെങ്കിലും ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. രാവിലെ ജോലിക്ക് പോകുന്നു, എപ്പോഴെങ്കിലും വീട്ടിൽ വരുന്നു, ഏതെങ്കിലും ഒരു ടൈം, അതിനിങ്ങനെ ഒരു ഫിക്സ്ഡ് ടൈമില്ല. ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ഫിക്സ്ഡ് ടൈമില്ല. ഈവൻ ഓഫീസുകളിൽ പോലും അത് അത്രമാത്രം പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായത്. ഇഫ് യു ഹാവ് വർക്ക്, അത് തീർത്തിട്ട് ഭക്ഷണം കഴിക്കുക, ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മളും വന്നിട്ടുണ്ട്, ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ വന്നു. സോ കുറച്ച് പ്രാക്ടിക്കലാക്കി ഇതിനെ കാണുക. എന്ന് വെച്ചാൽ എന്നും കറക്റ്റായിട്ട് ഇങ്ങനെ ഞാൻ കഴിക്കുള്ളൂ എന്നൊന്നും തീരുമാനിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ നമ്മുടെ ജീവിത രീതിക്ക് അനുസരിച്ച് ഉള്ള ഈസി ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. അതിനാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് തന്നെ. കാരണം നമുക്കെല്ലാം പല ലൈഫ് സ്റ്റൈലാണ്, അല്ലാതെ എല്ലാവർക്കും ഒരേപോലെയല്ല. അപ്പോൾ ഒരാൾ ചെയ്യുന്ന ഡയറ്റ് വേറൊരാൾക്ക് ചിലപ്പോൾ പോസിബിൾ ആയെന്ന് വരില്ല, കാരണം അവരുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ ഓരോരുത്തർക്കും പറ്റുന്ന രീതികൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു കൾച്ചർ കാണും. ഇപ്പം നമ്മൾ ഞാനൊരു മലയാളിയാണ്, അപ്പോൾ എൻ്റെ വീട്ടിലൊരു മലയാളി കൾച്ചറാണ് എൻ്റെ ഭക്ഷണത്തിനെല്ലാം വരുന്നത്. അപ്പോൾ ആ ഒരു മലയാളി കൾച്ചർ വെച്ച് തന്നെ എങ്ങനെ വെയിറ്റിനെ മാനേജ് ചെയ്യാം. പിന്നെ ഈ പറയുന്ന പോലെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന കുറേ ഒരു വിഭാഗം തന്നെയുണ്ട്, കുറേ കാറ്റഗറി ഉണ്ട്. ഈ ഡയബറ്റീസ് ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സാണ്. നമ്മുടെ ജോലി കൊണ്ടാണെങ്കിലും നമ്മുടെ മടി കൊണ്ടാണെങ്കിലും നമ്മുടെ പല ജീവിത രീതികൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കുറേ അസുഖങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളെ എങ്ങനെ കൺട്രോളിൽ നിർത്താം, അതും പ്രാക്ടിക്കലായിരിക്കണം. പ്രാക്ടിക്കലായാൽ മാത്രമേ ഇത് സസ്റ്റൈനബിൾ ആകുള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ഡയറ്റ് ചെയ്താൽ അത് മുന്നോട്ട് പോകുന്നതിനൊരു പരിധിയുണ്ട്. ഒരു ന്യൂട്രീഷനിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറയാം, കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ഡയറ്റ് 1 മാസം 2 മാസം മാക്സിമം പോയാൽ 3 മാസം, അത് കഴിഞ്ഞ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം കഷ്ടപ്പെട്ട് ഒന്നും ചെയ്യാൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അത് തന്നെ. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഡയറ്റ് ചെയ്ത് പഠിച്ച് അതൊരു ഹാബിറ്റാക്കി പിന്നീട് അതൊരു സസ്റ്റൈനബിലിറ്റിയിലേക്ക് കൊണ്ടുപോകുക. അതായത് എന്നും അത് കഴിക്കുക. അപ്പോൾ പതിയെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളും ഒക്കെ അത് തന്നെ ഫോളോ ചെയ്ത് തുടങ്ങും. സോ അവർക്കും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ഡയറ്റ് പ്ലാനിലേക്ക് അവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ എന്ത് നിങ്ങൾ കഴിക്കുന്നോ അതിൽ വരുന്ന തെറ്റുകൾ എന്താണെന്ന് മാത്രം പറഞ്ഞു തരിക. അല്ലാണ്ട് അത് മൊത്തത്തിൽ എടുത്ത് മാറ്റിയിട്ട് ഇന്നു മുതൽ ഞാൻ ഈ പഠിച്ചതെല്ലാം കൂടെ ഒരു ഡയറ്റാക്കി നിങ്ങൾക്ക് തരിക, അതൊന്നും നമ്മൾ ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്ന ഇതാണ്, നിങ്ങളുടെ വീട്ടിൽ എന്താണോ നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്നത് അതെന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനകത്ത് എവിടേക്കാണ് നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത്. ഒന്നെങ്കിൽ അളവിലായിരിക്കാൻ തെറ്റ് പറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കുന്ന കോമ്പിനേഷനിലായിരിക്കാൻ തെറ്റ് പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള കറക്ഷൻസ് വരുത്തി തരിക എന്നുള്ളതാണ് മെയിനായിട്ടും റിഫോം വിത്ത് നിനി സണ്ണിയിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഈറ്റിംഗ് പാറ്റേണിലേക്ക് വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള മക്കളും അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സ്ലോലി നമുക്ക് അവർക്കും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് പ്രാക്ടീസ് അവരുടെയും ഹാബിറ്റ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ സ്ലോലി ഒരാൾ ചെയ്തു തുടങ്ങുമ്പോൾ ദ എൻറ്റയർ ഫാമിലി ഈസ് ഗെറ്റിംഗ് മോഡിഫൈഡ്, അല്ലെങ്കിൽ ദ എൻറ്റയർ ഒരു വീട്ടിലെ ഒരു പ്ലാൻ തന്നെ ഈസ് ഗെറ്റിംഗ് മോഡിഫൈഡ്. ആൻഡ് സ്ലോലി അത് നമ്മുടെ ഹാബിറ്റായി മാറുമ്പം അതാവും നമ്മുടെ വീട്ടിലെ ഭക്ഷണ രീതി. സോ ഒരു ബാലൻസ്ഡ് രീതിയിലേക്ക് നമ്മൾ എല്ലാവരും വരും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. സോ ഫോർ മോർ അപ്ഡേഷൻ ഓൺ various topics, you can subscribe my channel, Reform with Nini Sunny.